ഞാൻ സിറിലച്ചനെ ആദ്യമായി കാണുന്നത് ഞാൻ 4ലോ 5ലോ പഠിക്കുന്ന സമയത്ത് കാഞ്ഞിരപ്പുഴ പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ സിറിലച്ചൻ്റെ കസിനായ സ്റ്റെസി ചേച്ചിയുടെയും കൂടെ കഴുന്നെടുത്ത് കുരിശടി ചുറ്റി പോകുമ്പോഴാണ് ഈ കാപ്പിപ്പൊടി ഉടുപ്പിൽ വെള്ള വള്ളിയൊക്കെ കെട്ടിപ്പോകുന്ന അച്ഛനെ ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഞാൻ അച്ഛനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ സെമിനാരിൽ ചേർന്ന് ആദ്യ വർഷം അവധിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ രാത്രിയിൽ സിറിലച്ചൻ്റെ അങ്കിൾ ബസ് കയറ്റി വിടാൻ വേണ്ടി നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നു ചെരുപ്പില്ലാതെ കപ്പൂച്ചൻകാരുടെ ആ തുണിസഞ്ചിയും തൂക്കി നിൽക്കുന്ന സിറിലച്ചനെ. ഒരു പുഞ്ചിരി മാത്രം. ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ റീജൻസി ചെയ്യാനായിട്ട് രാജ്കോട്ട് മൈനർ സെമിനാരിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, റീജൻസിക്ക് ഇപ്രാവശ്യം സാധാരണ റീജന്റ് ആണ് വൈസ് റെക്ടർ ആയിട്ട് വരിക, റെക്ടർ വൈസ് റെക്ടർ. ഈ വർഷം വൈസ് റെക്ടർ അല്ല, റീജന്റ് ആണ് വൈസ് റെക്ടർ ആയിട്ട് ഒരു അച്ഛനും കൂടെ വരുന്നുണ്ട്, ഒരു കപ്പൂച്ചൻ അച്ഛൻ. കപ്പൂച്ചൻ അച്ഛന്മാരോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫ്രാൻസിസ് അസിയോസിയോടുള്ള ഇഷ്ടം വളർന്ന് കപ്പൂച്ചൻ അച്ഛന്മാരോടും അതേ ഇഷ്ടമാണ്. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് കുറച്ചും കൂടെ ഫ്രാൻസിസ് അസീസി അറിയാം, ഫ്രാൻസിസ് കഥകൾ ചോദിക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് വന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം എവിടെയൊക്കെയോ ബന്ധങ്ങളുണ്ട്, പറയുന്ന വ്യക്തികൾ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തു. ആ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ ചേട്ടനും അനിയനും പോലെ തന്നെ ഭയങ്കരമായി ആഴമായി ബന്ധപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും ഞങ്ങളുടെ റൂമും തൊട്ടടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും രാവിലെ വിളിക്കും, എല്ലാ കാര്യങ്ങളും പറയും, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വിളിക്കും. അങ്ങനെ ആത്മീയമായിട്ട് എന്നെ വളർത്തുവാനായിട്ട് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു കൊല്ലം സിറിലച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദൈവം എന്നെ ഒരുക്കുവാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു. ആത്മീയമായ ജീവിതത്തിൽ കുറച്ചും കൂടെ മുന്നേറുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് എന്നെ ഒരുക്കുവാനായി കൊണ്ടുവന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പിന്നീട് സിറിലച്ചൻ പ്രവർത്തിക്കുന്ന ഓരോ മേഖലകളിൽ ചെന്നപ്പോൾ മനസ്സിലായി ഇത് എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ്. സിറിലച്ചനെ അനുഭവിച്ച അല്ലെങ്കിൽ സിറിലച്ചനോട് കൂടുതൽ അടുത്ത് ഇടപെടുന്ന എല്ലാവർക്കും ഇതേ അനുഭവമാണ്. ഞാൻ കരുതി എനിക്ക് മാത്രമാണ് ഈ സ്പെഷ്യൽ ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നത്. അല്ല, ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളി, രാജ്കോട്ട് കത്തീഡ്രൽ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയും കൂടിയായിരുന്നു സെമിനാരിൽ വൈസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് സിറിലച്ചൻ. അപ്പൊ അവിടെ യുവജനങ്ങളുടെ ഇടയിൽ അച്ഛൻ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന് ഗുജറാത്തി അത്ര അറിയത്തില്ല, ഭാഷ അക്ഷരമാലയൊക്കെ പഠിച്ചു, കുർബാന ചെല്ലാൻ മാത്രം പഠിച്ചു. അപ്പൊ സംസാരിക്കാൻ അറിയില്ല. അച്ഛനോട് ഞാൻ ചോദിക്കും, അച്ഛൻ ഈ പിള്ളേരുടെ കൂടെയൊക്കെ പോയിരുന്നിട്ട് വല്ലതും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ പറയും, നമ്മളെ എല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവേണ്ടതൊക്കെ കർത്താവ് മനസ്സിലാക്കി തരുമെന്ന് പറയും. എങ്കിലും ഭാഷ അറിയില്ല എന്നൊരു ബുദ്ധിമുട്ടിൽ എല്ലാ അച്ഛന്മാരും മാറി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അച്ഛൻ ഒരിക്കലും മടി പറഞ്ഞിട്ടില്ല. പുൽക്കൂട് പണി നടക്കുന്ന സമയത്ത്, ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിയിലെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് രാത്രിയിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് അച്ഛൻ ഉടുപ്പിൽ തന്നെ പോകും. തണുപ്പാണ്, നല്ല തണുപ്പുള്ള സമയത്തും അച്ഛൻ പോയി പിള്ളേരുടെ കൂടെ രാത്രി ഇരിക്കും. രാത്രി 2 മണി 3 മണി വരെ പിള്ളേരുടെ ഒപ്പം പോയിരുന്ന് അച്ഛൻ അവർക്ക് കൂട്ടിരിക്കും. കാരണം അച്ഛന്റെ പ്രസൻസ് തന്നെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കൂടെ ഇരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ പോവാൻ നേരത്ത് അവരുടെ നന്ദി പ്രസംഗത്തില് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഞങ്ങൾക്ക് പല കൊച്ചന്മാരും വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ ഇരുന്ന ഒരു അച്ഛനെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അവിടെ കൊച്ചനായിട്ട് ഇരുന്നത് ഒരു 6-7 മാസം കഷ്ടിയാണ്. പക്ഷെ അത്രയും നാൾ നിന്നിട്ട് ഒരു വികാരിയച്ഛൻ പോലും ആൾക്കാർ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് എല്ലാവരുമായിട്ട് അത്രമാത്രം ഒരു ആത്മബന്ധം അച്ഛന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അച്ഛനെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ കണ്ട എന്തൊക്കെയോ ഗുണങ്ങളും അച്ഛനിലൂടെ അവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛനോട് ഇത്രമാത്രം ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചത്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ സെമിനാരിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എങ്കിലും പള്ളിയുടെ ഉത്തരവാദിത്തം ഒരിക്കലും വീഴ്ച വരുത്താതെ അതിനെല്ലാം അച്ഛൻ സമയം കണ്ടെത്തും. ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് വരുന്ന ആളോട് അച്ഛൻ നോ പറയാറില്ല. എന്താണെങ്കിലും സമയത്തിന് ഒരു ചെറിയ ചിരിയുണ്ട്, ആ ചിരിയോട് കൂടി അച്ഛൻ ഓക്കെ പറയും. നമുക്കറിയാം അച്ഛൻ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയുണ്ട്, എങ്കിലും അച്ഛൻ അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് എല്ലായിടത്തും എത്താനായിട്ട് അച്ഛന് സാധിക്കും. ഒരു ദിവസം സെമിനാരിൽ എന്തോ ഒരു കാര്യത്തിന് റെക്ടർ അച്ഛൻ്റെ അടുത്ത് വഴക്ക് കേട്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ്. അച്ഛനത് കേട്ടിട്ടില്ല. എൻ്റെ മുഖം മാറിയത് അച്ഛന് മനസ്സിലായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൽബിൻകുട്ട വിഷമിക്കണ്ടടാന്ന് പറഞ്ഞു. അച്ഛനത് മനസ്സിലായിട്ടാണോ പറഞ്ഞത് എന്നറിയില്ല. അതുപോലെ ഓരോ സന്ദർഭത്തിലും മൈനർ സെമിനാരിൽ പഠിക്കുന്ന ഓരോ പിള്ളേർക്കും അച്ഛൻ്റെ അടുത്ത് അതേപോലെ ചെല്ലാനും തുറന്ന് സംസാരിക്കാനും കഴിയും. അച്ഛനെ കണ്ടവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിനെ കാണുവാനും ആ ഒരു സ്നേഹം അനുഭവിക്കുവാനും പൗരോഹിത്യത്തിന്റെ പൂർണ്ണത അച്ഛനിലൂടെ പൂർത്തിയാക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം.
ഒരു നല്ല ഇടയനായി, നല്ല സഹോദരനായി അച്ഛൻ എല്ലാവർക്കും എല്ലാമായി മാറുകയായിരുന്നു. അച്ഛനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനേക്കാൾ അച്ഛനിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുവാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അച്ഛന് മുറി കിട്ടിയപ്പോൾ വൈസ് റെക്ടറിന്റെ മുറി ഇത്തിരി വലുതായിരുന്നു. ഇത്രയും വലിയ മുറി എനിക്ക് ആവശ്യമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുറി എന്തായാലും ചെറുതാക്കാൻ പറ്റില്ല അച്ഛാ, അതുകൊണ്ട് അച്ഛൻ തന്നെ ഈ മുറി എന്തായാലും ഉപയോഗിക്കണം. അച്ഛൻ സെമിനാരി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാരേജിൽ പോയി അവിടെ കിടന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം നോക്കി അതിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം പെറുക്കിയെടുത്ത് ഒരു രൂപക്കൂട് ഉണ്ടാക്കി, ഒരു കർട്ടനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കമ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് മുറിയിൽ ഒരു ഭാഗം ചാപ്പലാക്കി മാറ്റി. പിന്നെ അച്ഛന്റെ മുറിയിൽ ഒരു ചെറിയ വെട്ടം കണ്ടാൽ നമുക്കറിയാം അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതാണ്. മുറിയിലെ പ്രാർത്ഥന മാത്രമല്ല, വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ അച്ഛനെ മുറിയിൽ കാണുകയില്ല. സെമിനാരിയുടെ ചാപ്പലില് അൽത്താരയുടെയും പേമയുടെയും നടുക്ക് അച്ഛൻ അവിടെ ഉണ്ടാകും. പക്ഷെ ആർക്കും അറിയത്തില്ല. ഞാൻ റീജന്റ് ആയതുകൊണ്ട് രാവിലെ മണിയടിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ഓടി മുറിയിൽ കയറും. ആരും കാണണ്ട, ഞാൻ പള്ളിയിലായിരുന്നു എന്നറിയാം. ഓടി വന്ന് മുറിയിൽ കയറും. അങ്ങനെ അച്ഛന് പ്രാർത്ഥിക്കുവാനായിട്ടും ഈശോയോട് കൂടുതൽ സമയം ചെലവഴിക്കുവാനും ആയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയ ഒരു കാര്യമാണ്. അതുപോലെ അച്ഛൻ അവിടെ സെമിനാരിൽ നിൽക്കുന്ന സമയത്താണ് അച്ഛന് ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി വിളിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നുള്ള പോക്കാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് പോയി. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് സാധനം ഞാൻ കട്ടിലടി വെച്ചിട്ടുണ്ട്, അത് ആരും കാണാതെ കൊണ്ട് കളയണം എന്ന് പറഞ്ഞു. ഒരു ചവിട്ടി നിറയെ മെറ്റലായിരുന്നു. ആ മെറ്റലിൽ മുട്ടുകുത്തി നിന്നായിരുന്നു അച്ഛൻ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കാണാതിരിക്കാൻ അതിന്റെ മുകളിൽ ഒരു തുണിയും കൂടെ വിരിച്ചേക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു മാറ്റ് ഇട്ടിട്ട് അവിടെയാണ് അച്ഛൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കുന്നതെന്ന്. അച്ഛന്റെ മുറിയിൽ അച്ഛൻ അത്രയും ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുപോലെ അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ അനുഭവങ്ങൾ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുവാന് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ സിർലച്ചനിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ദൈവം നമ്മളിലേക്ക് സിർലച്ചനിലൂടെ ചൊരിഞ്ഞ കൃപകൾ, സിർലച്ചൻ പറഞ്ഞ വാക്കുകളായിരിക്കാം, അതിൽ എത്രമാത്രം ക്രിസ്തുവിനെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും സിർലച്ചനിലൂടെ ദൈവം ചൊരിഞ്ഞ കൃപകളും നമ്മളെ ഈശോയിലേക്ക് ചേർക്കുവാൻ കാണിച്ച കാരുണ്യത്തിനെ ഓർത്ത് നന്ദി പറയുകയും നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ദൈവമേ, സിർലച്ചനിലൂടെ ഞങ്ങളിലേക്ക് ഇനിയും കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ, ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ ഒരു മധ്യസ്ഥനായി സിർലച്ചനെ ഉയർത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.